ആദ്യം കാണുന്നതാകില്ല മിക്കവാറും കുറ്റകൃത്യങ്ങളുടെ ആഴം. ഒന്നിൽ തുടങ്ങി പിന്നിലേക്ക് പോകുമ്പോൾ തെളിയും ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ. കൊലമണമൂറുന്ന ഒരു പിന്നാമ്പുറ കഥയുണ്ടാകും പലതിലും. ചിലപ്പോൾ ചിലത് സ്വാധീനത്തിലും പണക്കിലുക്കത്തിലും അപ്രത്യക്ഷമാകും. എങ്കിലും സത്യം അതങ്ങനെ കിടക്കും, ഒരു നാൾ പുറത്തുവരാൻ. ആകസ്മികമാണ് റോഡപകടങ്ങൾ. അശ്രദ്ധയും മദ്യവുമൊക്കെ ചിലപ്പോൾ അതിൽ വില്ലന്മാരാകാം. പക്ഷേ മരണത്തിലേക്ക് പായിച്ചു കയറ്റാൻ ഒരാൾ പിന്നിലുണ്ടെങ്കിലോ? ദുരൂഹമായ 3 മരണങ്ങൾ. ഇപ്പോഴും എപ്പോഴും വിവാദങ്ങളിൽ കുടുങ്ങി ഇഴഞ്ഞു നീങ്ങുന്ന തുടർ നടപടികൾ. ആ ദുരൂഹതയുടെ ആഴങ്ങളിലേക്കാണ് ഇന്ന് കുറ്റവും ശിക്ഷയും. അർദ്ധരാത്രി കൊച്ചി നഗരത്തിലുണ്ടായ ഒരു റോഡ് അപകടം. അങ്ങനെയായിരുന്നു ആ കേസിന്റെ തുടക്കം. പോലീസ് കൺട്രോൾ റൂമിലേക്ക് വന്ന ഒരു ഫോൺ കോൾ. സ്ഥലത്തെത്തിയ പോലീസിന് പിന്നെ ഓരോ നിമിഷവും ലഭിച്ചത് പുതിയ ഓരോ വിവരങ്ങൾ. ഓരോ വിവരങ്ങളും വിരൽ ചൂണ്ടിയത് ഒരിക്കലും അടങ്ങാത്ത ദുരൂഹതകളിലേക്ക്. ഒക്ടോബർ 31 അർദ്ധരാത്രി 11:30 ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിൽ നിന്നും ഒരു കറുത്ത കാർ കാക്കനാട് ലക്ഷ്യമാക്കി പുറപ്പെട്ടു. KL 43 K2221 കറുത്ത ഫോർട്ട് ഫിഗോ. തോപ്പുംപടി പാലം കടന്നു. കാറ് മുന്നോട്ട് പോവുകയാണ്. അമിത വേഗതയിലല്ല. അർദ്ധരാത്രിയാണ്. റോഡിൽ വേറെ വാഹനങ്ങൾ അധികമില്ല. കുണ്ടന്നൂർ കടന്ന് പ്രധാന റോഡിലേക്ക് ഇറങ്ങിയ കാർ വൈറ്റില ഭാഗത്തേക്ക് തിരിച്ചു. കുണ്ടന്നൂർ പിന്നിട്ട കാറ് മരടിലെത്തി. ഈ കാറിന് പിന്നിൽ കുറച്ചധികം സമയമായി മറ്റൊരു വെളുത്ത കാർ വരുന്നുണ്ട്. ഒരു വെളുത്ത ഓഡി കാർ. ക്രൗൺ പ്ലാസ ഹോട്ടലിന് സമീപമാണിപ്പോൾ ഇരു കാറുകളും. വെളുത്ത ഫിഗോ പെട്ടെന്ന് റോഡിന്റെ വശം ചേർന്ന് ഒതുക്കി നിർത്തി. പിന്നാലെ വന്ന ഓഡി കാറും ഫിഗോയുടെ പുറകിലായി ഒതുക്കി നിർത്തി. ഓഡിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി മുന്നിലുള്ള ഫോർട്ട് ഫിഗോയ്ക്ക് അടുത്തേക്ക് വന്നു. ഡ്രൈവർ സീറ്റിനരികിൽ നിന്നും ഡ്രൈവറുടെ ഭാഗത്തുള്ള ഗ്ലാസ് താഴ്ന്നു. പുറത്തുനിന്ന ആൾ അകത്തേക്ക് തലയിട്ട് സംസാരിക്കുകയാണ്. കുറച്ചധികം സമയം ആ സംസാരം നീണ്ടു. പിന്നീട് കറുത്ത ഫിഗോ കാർ വീണ്ടും മുന്നോട്ടെടുത്തു. ഇത്തവണ വേഗത കൂടുതലാണ്. സാവധാനം ഓടിച്ചിരുന്ന കാർ ഇപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ വേഗത്തിലാണ്. ആ കാറിനെ ഓടിത്തോൽപ്പിക്കാനെന്ന പോലെ ആ ഓടി കാറുമുണ്ട്. അതേ ശരവേഗത്തിൽ ഒരു സിനിമാറ്റിക് സ്റ്റൈൽ ചേസിംഗ്. നിമിഷങ്ങൾക്കുള്ളിൽ NH66 ഒരു റേസിംഗ് ട്രാക്കായി മാറി. കാറുകൾ ചക്കരപ്പറമ്പ് ഭാഗത്തെത്തി. വേഗത വളരെ കൂടി. പെട്ടെന്നാണ് ഹോളിഡേ ഇൻ ഹോട്ടൽ പരിസരത്തെത്തിയപ്പോൾ ഒരു ബൈക്ക് ഹൈവേയിൽ കണ്ടത്. ഒരൊറ്റ നിമിഷം ചീറിയെത്തിയ ഫിഗോ കാർ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ചു. ബൈക്കും യാത്രക്കാരനും വശത്തേക്കുയർന്നു പൊങ്ങി. നവംബർ 1 പുലർച്ചെ 1:20 പാലാരിവട്ടം ഹൈവേ സ്ട്രെച്ചിലുണ്ടായിരുന്ന പോലീസ് പെട്രോൾ ടീമിന് കൺട്രോൾ റൂമിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു സന്ദേശം ലഭിക്കുന്നു. വൈറ്റില പാലാരിവട്ടം ഹൈവേയിൽ ചക്കരപ്പറമ്പ് ഭാഗത്ത് ഒരു അപകടം നടന്നിരിക്കുന്നു. ആക്സിഡന്റ് സ്പോട്ടിലേക്ക് പാഞ്ഞെത്തിയ പോലീസ് സംഘം ദൂരെ നിന്ന് തന്നെ ആ കാഴ്ച കണ്ടു. റോഡരികിലെ മരത്തിലേക്ക് ഒരു കാർ ഇടിച്ചു കയറിയിരിക്കുന്നത് വ്യക്തമാണ്. അക്ഷരാർത്ഥത്തിൽ രക്തമുറയുന്ന ഭീകരമായൊരു രംഗം തന്നെ. അതൊരു കാറാണെന്ന് തന്നെ തിരിച്ചറിയാൻ പ്രയാസം. ആകെ പൊളിഞ്ഞു തകർന്നിരിക്കുന്നു.
ആ കാറിൽ നിന്നായിരിക്കണം ഒരാൾ റോഡിലേക്ക് തെറിച്ചു വീണ് കിടക്കുന്നു. തല തറയിലിടിച്ച നിലയിൽ വീണു കിടക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി കിടക്കുന്ന ഭാഗത്തായി ധാരാളം രക്തമുണ്ട്. കാറിലേക്ക് നോക്കിയ പോലീസ് ഞെട്ടി. ആ കാറിനകത്ത് ഒരു പെൺകുട്ടി അനക്കമില്ലാതെ കിടക്കുന്നു. മുൻ സീറ്റിലേക്ക് ഡ്രൈവറുടെ തൊട്ടുപുറകിലായി തെറിച്ചു കുടുങ്ങിയ നിലയിലാണ് ആ പെൺകുട്ടി. എയർ ബാഗ് പൊട്ടിയ നിലയിലാണ്. അതിലേക്ക് ഡ്രൈവർ മുഖം പൂഴ്ത്തിക്കിടക്കുന്നു. ഇടതുഭാഗത്ത് മുൻസീറ്റിലുള്ള ആളിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പരിക്കുപറ്റിയവരെ ഇറക്കണം. അപ്പോഴേക്കും കുറച്ചാളുകൾ കൂടി അവിടെ ഓടിയെത്തി. അതിലേക്ക് കടന്നുപോയ വാഹനങ്ങൾ നിർത്തി ഇറങ്ങിയവരാണ് അതിലേറെയും. ജനങ്ങളും പോലീസും ചേർന്ന ആ കാറിനകത്തുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം തുടങ്ങി. കാർ യാത്രക്കാർ ആകെ 4 പേർ. 2 പേർ ആണുങ്ങൾ. അവർക്ക് ജീവന്റെ തുടിപ്പുകൾ അവശേഷിക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ കാര്യം സംശയമാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടയിലാണ് ഒരു ബൈക്ക് റോഡിന് വശത്തായി പുല്ലിനിടയിലേക്ക് തെറിച്ചു കിടക്കുന്നത് കണ്ടത്. പോലീസ് സംഘം ആ ഭാഗത്തേക്ക് ടോർച്ച് തെളിച്ചു. ഒരു കുറ്റിക്കാട് പോലുള്ള ഭാഗമാണ്. അവിടെ ഒരു ചെറുപ്പക്കാരൻ സാവധാനം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ കാറും ഈ ബൈക്കുമായി കൂട്ടിയിടിച്ചതാണോ, അതോ ബൈക്കിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ കാറും ബൈക്കും നിയന്ത്രണം വിട്ടതോ? എന്തായാലും ഈ ആക്സിഡന്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ 2 വാഹനങ്ങളുമാണ്. KL 43K 221 നമ്പർ കറുത്ത ഫോർട്ട് ഫിഗോയും ബൈക്കും. ഫോർട്ട് കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് സാവധാനം യാത്ര ചെയ്തു വന്ന അതേ കാർ. മരടിനു ശേഷം ശരവേഗതയിൽ പാഞ്ഞുപോയ അതേ കാർ. ആ കാറാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. പോലീസ് വളരെ വേഗം എല്ലാവരെയും ആംബുലൻസിലേക്ക് കയറ്റി. 2 പേർക്കും ഇന്റൻസീവ് കെയർ സംവിധാനങ്ങൾ ആശുപത്രിയിൽ ഒരുങ്ങി. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്, ഡോക്ടർമാർ അറിയിച്ചു. വെന്റിലേറ്റർ ഒരുക്കി അതിലേക്ക് മാറ്റി. ഡ്രൈവർ ICUവിലും. ഇതേ സമയം തന്നെ അതേ ആശുപത്രിയിൽ പെൺകുട്ടികളുടെ മരണം ഉറപ്പിച്ചു. ലഭ്യമായ ഫോട്ടോ സെർച്ചിലൂടെ പോലീസ് അവരെ ഏകദേശം തിരിച്ചറിഞ്ഞു. സൗന്ദര്യ മത്സരവേദികളിലെ ഉദിച്ചുയരുന്ന നക്ഷത്രങ്ങൾ അൻസി കബീർ, ഡോക്ടർ അഞ്ജന ഷാജൻ എന്നീ മോഡലുകളാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപകടം നടക്കുന്ന 2021 2 പേരും മോഡലിംഗ് രംഗത്ത് കത്തി നിൽക്കുന്ന താരങ്ങളാണ്. കാർ ആക്സിഡന്റിൽ അവരുടെ മരണം സംഭവിച്ചു എന്നതിനപ്പുറത്തേക്ക് ആ രാത്രി പുലരുമ്പോൾ വാർത്തകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പോലീസിന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടാൻ ഒരു മാർഗം അപകടത്തിൽ അവശേഷിക്കുന്നവരാണ്. അപകടത്തിൽപ്പെട്ട ബൈക്കിലെ ആ യാത്രക്കാരൻ ഡിനിൽ ഡേവിസ് ആയിരുന്നു. പോലീസിന് എന്തെങ്കിലും ചോദിക്കാൻ കഴിയുന്ന ആൾ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടി. വളരെ സാവധാനമാണ് താൻ ബൈക്ക് ഓടിച്ചിരുന്നത്. എന്തെങ്കിലും ഓർക്കാൻ കഴിയുന്നില്ല. ഡിനിൽ ഡേവിസ് എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുപോയ തനിക്ക് ഒന്നും അറിയില്ല. ആ അപകടത്തിൽ 2 പേർ മരിച്ചു എന്നറിയുന്നത് തന്നെ പോലീസ് പറയുമ്പോഴാണ്. പിന്നാമ്പുറ കഥകളോ ആ കാറിലെ യാത്രക്കാരെയോ ഡിനിൽ ഡേവിസിനറിയില്ല. ആ വഴി അടയുന്നു. ഇനി ജീവനുള്ള 2 പേർ. ഒരാളുടെ നില ഗുരുതരം, മറ്റേയാളും ICUവിൽ തന്നെ. അപ്പോഴേക്കും പോലീസിന്റെ നിയന്ത്രണം വിട്ട് അപകടത്തിൽ ഉപകഥകൾ പരക്കുന്നുണ്ടായിരുന്നു. കാറിലുള്ളവർ മദ്യപിച്ചിരുന്നു. കാറിൽ മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നു. ഡ്രഗ്സ് പാർട്ടി കഴിഞ്ഞ് വന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇങ്ങനെ കഥകൾ 1ഉം 2ഉമായിരുന്നില്ല. മരിച്ച മോഡലുകളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ആ കഥകളെ പ്രതിരോധിച്ചു. അഞ്ജനയും അൻസിയും മദ്യപിക്കില്ല. അവർ ലഹരി മരുന്നുകൾ ഉപയോഗിക്കില്ല. നവംബർ 2, നവംബർ 3 തീയതികൾ. അപകടത്തിനും സത്യത്തിനുമിടയിലെ മണിക്കൂറുകൾ. നുണയും സത്യവും ഇഴപിരിക്കാനാകാതെ അന്വേഷകർ. സത്യം പറയേണ്ടവർ മരണത്തെ മുഖാമുഖം കണ്ട് ആശുപത്രിയിൽ.
പോലീസ് കുഴങ്ങിയ ദിനങ്ങൾ. അപ്പോഴാണ് ആ വിവരം പോലീസിന് ലഭിക്കുന്നത്. ICUവിൽ ചികിത്സയിലുള്ള ഡ്രൈവർ അബ്ദുൾ റഹ്മാന്റെ രക്തപരിശോധനയിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. അയാൾ അളവിൽ കൂടുതൽ മദ്യപിച്ചിരുന്നു. മദ്യപിച്ച് വാഹനമോടിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. മദ്യലഹരിയിൽ വാഹനമോടിച്ചുണ്ടായ അപകടം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. ഈ ചാർജുകളിൽ ഒരു കേസ്. അബ്ദുറഹ്മാനെ കേസിൽ പ്രതിയാക്കി. പോലീസിനത് ആശ്വാസമായി. പക്ഷേ വാർത്തകളിൽ, പൊതുജനത്തിൽ, അവരുടെ സുഹൃത്തുക്കളിൽ, ബന്ധുക്കളിൽ ആ സംഭവത്തിന്റെ ദുരൂഹത അണയാതെ കത്തിനിന്നു. 2021 നവംബർ 7. അതൊരു ഞായറായിരുന്നു. അന്ന് 2 സംഭവങ്ങളുണ്ടായി. ഒന്ന്, അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന, വെന്റിലേറ്ററിൽ ജീവനു വേണ്ടി പൊരുതിയ മുഹമ്മദ് ആഷിഖ് മരണപ്പെട്ടു. 2, മദ്യപിച്ച് വാഹനമോടിക്കൽ കുറ്റം ചുമത്തിയിരുന്ന, കാർ ഓടിച്ചിരുന്ന ഇവരുടെ സുഹൃത്തു കൂടിയായ അബ്ദുൾ റഹ്മാൻ ഡിസ്ചാർജ് ആവുകയും അന്ന് തന്നെ അയാളെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പോലീസ് കസ്റ്റഡിയിലെടുത്ത അബ്ദുൾ റഹ്മാന് ചില സത്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വന്ന തങ്ങളുടെ കാറിനെ പിന്തുടർന്ന, ചേസ് ചെയ്ത, ഓവർടേക്ക് ചെയ്ത് തടയാൻ ശ്രമിച്ച ആ കാറിനെ കുറിച്ചായിരുന്നു അയാൾ പറഞ്ഞത്. ആ കാറ് തങ്ങളെ അസ്വസ്ഥമാക്കി. അതിൽ നിന്നും രക്ഷ നേടാനുള്ള ഓട്ടമായിരുന്നു. അതിവേഗതയിലോടിയ കാറിന്റെ പെട്ടെന്നുള്ള ഇടം വലം വെട്ടിക്കലാണ് അപകടമുണ്ടാക്കിയത്. വാഹനമോടിച്ചിരുന്നയാൾ, അപകടത്തിൽ മരിച്ച 3 പേരുടെയും സുഹൃത്ത് അബ്ദുൾ റഹ്മാൻ. അയാൾ പറഞ്ഞ സൂചനകളിലേക്കായി പോലീസിന്റെ അന്വേഷണം. ആരായിരുന്നു പിന്തുടർന്നു വന്ന ആ കാറിൽ? അബ്ദുൾ റഹ്മാൻ പറയുന്നതിൽ എന്തോ ചില വിട്ടുപോകലുകളുണ്ട്. മനഃപൂർവമായ ഒളിച്ചുവെക്കൽ. അങ്ങനെ ഒരു കാർ അവരെ പിന്തുടർന്നെങ്കിൽ, അതാണ് അപകട കാരണമെങ്കിൽ, ആ കാർ അപകടത്തിനു പിന്നാലെ തന്നെ അവിടം കടന്നിട്ടുണ്ടാകണം. ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടൽ മുതൽ അവരെ പിന്തുടർന്ന കാർ ആദ്യം കിട്ടണം. CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ആ കാർ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ആ ചേസ് അത് സത്യമാണ്. കുണ്ടന്നൂരിൽ മോഡലുകൾ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി അയാൾ എന്തോ പറയുന്നതും അവ്യക്തമായ ദൃശ്യങ്ങളിലുണ്ട്. പക്ഷെ ആ ദൃശ്യങ്ങളെക്കാൾ സുപ്രധാനമായ ഒന്നുകൂടി പോലീസിന് ലഭിച്ചു. ദാരുണമായ ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ. ഇടി, ബൈക്ക് അപകടത്തിൽപ്പെടുന്നത്, പെൺകുട്ടി കാറിന്റെ ഡോറിലൂടെ തെറിച്ച് റോഡിലേക്ക് വീഴുന്നത്, എല്ലാം ഉണ്ട് ദൃശ്യങ്ങളിൽ. അപകടം കഴിഞ്ഞു. പിന്നെ കുറേ നേരം അനക്കമില്ല. ഒരൽപ്പം കഴിയുമ്പോൾ ഒരാൾ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് ആ സീനിലേക്ക് നടന്നു കയറി. അയാൾ ഫോണിൽ ആരോടോ കാര്യമായി സംസാരിക്കുന്നുണ്ട്. ഇയാൾ ആരാണ്? പോലീസ് തൊട്ടു മുൻപുള്ള മറ്റൊരു ക്യാമറയിലെ ചില ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചു. അതിൽ ഇയാളെ കണ്ടെത്തി. ഇതേ സീൻ. ഓടിച്ചു വന്ന ഓടി കാർ നിർത്തിയിറങ്ങുന്നത്, ഫോൺ വിളിക്കുന്നത്, കാറിനു സമീപമെത്തി എല്ലാം നോക്കുന്നത്. ദൃശ്യങ്ങൾ ഏറെക്കുറെ വ്യക്തം. ദൃശ്യങ്ങളിൽ കണ്ട ആ ആളെ തിരയാൻ അധികം സമയമെടുത്തില്ല. അയാളുടെ പേര് ഷൈജു തങ്കച്ചൻ, അറിയപ്പെടുന്ന ആർട്ട് ഡിസൈനർ. അപകട സ്ഥലത്തേക്ക് പോലീസ് എത്തുമ്പോഴേക്കും സൈജു അപ്രത്യക്ഷനായി. അധികം വൈകാതെ തന്നെ പാലാരിവട്ടം പോലീസ് സൈജു തങ്കച്ചനെ ആദ്യഘട്ടം ചോദ്യം ചെയ്തിരുന്നു. മദ്യപിച്ച് ഡ്രൈവ് ചെയ്യരുത് എന്നുപദേശിക്കാനും അവർക്ക് രാത്രി തങ്ങാൻ താമസ സൗകര്യം ചെയ്തു നൽകാമെന്നുമാണ് താൻ അവരെ വാഹനം തടഞ്ഞു നിർത്തി അറിയിച്ചത്. പറഞ്ഞത് കേൾക്കാതെ വാഹനം വീണ്ടും മുൻപോട്ടെടുത്തപ്പോൾ പിന്തുടർന്നതാണ്. സൈജുവിന്റെ മറുപടിയിലാകെ നിഷ്കളങ്കത.
പോലീസിന് രണ്ടു കാര്യങ്ങൾ വ്യക്തമായി. ഒന്ന്, സൈജു തങ്കച്ചൻ നടത്തിയ ചേസിംഗ് ആണ് ആ 3 പേരുടെ മരണത്തിന് ഇടയാക്കിയത്. 2, സൈജു തങ്കച്ചൻ അപകട സ്ഥലത്ത് വെച്ച് ഫോൺ ചെയ്തതും കാര്യങ്ങൾ അറിയിച്ചതും ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടൽ ഉടമയ്ക്കാണ്. സൈജു അയാളുടെ വലം കൈയാണ്. ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടലാണ് ഇനി പോലീസിന്റെ ഫോക്കസ്. സൈജു തങ്കച്ചന്റെ മൊഴിയിൽ നിന്ന് പിന്നോട്ട് പോയാലും വാഹനമോടിച്ച അബ്ദുറഹ്മാന്റെ വാക്കുകളുടെ പിന്നാലെ പോയാലും എത്തിച്ചേരുന്നത് ഒരേ സ്ഥലത്താണ്, നമ്പർ 18 ഹോട്ടൽ. അപകടത്തിൽ മരിച്ച അൻസി കബീറും അഞ്ജനയും സുഹൃത്തുക്കളും അപകടത്തിന് തൊട്ടു മുൻപ് ഇവിടെയായിരുന്നു, നമ്പർ 18 ഹോട്ടൽ. അവിടുത്തെ DJ പാർട്ടിക്കിടയിൽ നിന്നാണ് അവർ കാക്കനാട് ഭാഗത്തേക്ക് യാത്ര തിരിച്ചത്. നവംബർ 9 നമ്പർ 18 ഹോട്ടൽ, ഫോർട്ട് കൊച്ചി. എല്ലാം ആരംഭിക്കേണ്ടത് CCTVയിൽ നിന്നാണ്. പോലീസ് അത് ആവശ്യപ്പെട്ടു. എന്നാൽ ഹോട്ടൽ ഉടമയ്ക്ക് ചിലത് മറയ്ക്കാനുണ്ടായിരുന്നു. ദൃശ്യങ്ങൾ ഹോട്ടൽ അധികൃതർ കാണിച്ചു കൊടുത്തു. എന്നാൽ അതിൽ ചില ഭാഗങ്ങൾ കാണാനില്ല. പോലീസിന് അപ്പോൾ തന്നെ ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങി. പൂർണ്ണമായ DVR ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് പോലീസ് മടങ്ങി. 2021 നവംബർ 16 ഹോട്ടൽ ഉടമ റോയി വയലാട്ടിനെ ചോദ്യം ചെയ്യാൻ CI അനന്തലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തീരുമാനിച്ചു. ഉടമയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. സമൻസ് അയച്ചു. എന്നിട്ടും റോയ് ഹാജരായില്ല. സമൻസുകൾ തുടരെ നൽകി. ഇനി പ്രശ്നമാകും. ഒടുവിൽ റോയ് തന്നെ തീരുമാനിച്ച പോലീസിന് മുന്നിൽ ഹാജരായി. ഹോട്ടലിൽ ആ ദിവസം പോലീസ് കണ്ട അതേ DVRുമായാണ് റോയിയും എത്തിയത്. അത് നശിപ്പിക്കപ്പെട്ടതാണ്. ഒടുവിൽ പോലീസ് ആ സത്യം മനസ്സിലാക്കി. ഹോട്ടൽ ഉടമയായ റോയി വയലാട്ടിന്റെ നിർദ്ദേശം അനുസരിച്ച് ജീവനക്കാർ തന്നെയാണ് അത് നശിപ്പിച്ചത്. റോയിയുടെ നിർദ്ദേശമനുസരിച്ച് ഹോട്ടലിലെ 2 ജോലിക്കാർ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന ഹാർഡ് ഡിസ്കുകൾ ഊരിയെടുത്തു. ശേഷം റോയിയുടെ തേവരയിലെ വീടിനടുത്ത് വേമ്പനാട് കായലിലേക്ക് വലിച്ചെറിഞ്ഞു. കായലിൽ മുങ്ങിത്തപ്പി. പക്ഷേ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. നവംബർ 17 തെളിവ് നശിപ്പിച്ചിരിക്കുന്നു. റോയി വയലാട്ട്, ഹോട്ടൽ ജീവനക്കാർ ഉൾപ്പെടെ ആകെ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബാർ ലൈസൻസ് ഇല്ല, എക്സൈസ് മുന്നറിയിപ്പ് തന്നതുമാണ്. ദൃശ്യങ്ങളിൽ അത് കണ്ടെത്തിയാൽ നടപടി ഉറപ്പായതിനാലാണ് DVR നശിപ്പിച്ചത്. ഹോട്ടൽ ഉടമയുടെ ഈ ന്യായങ്ങൾ പക്ഷേ പോലീസ് ചെവിക്കൊണ്ടില്ല. നവംബർ 19 അന്ന് 2 കാര്യങ്ങൾ നടന്നു. ഒന്ന്, കേസിൽ അറസ്റ്റിലായ റോയ്ക്കും ഹോട്ടൽ ജീവനക്കാർക്കും ജാമ്യം ലഭിച്ചു. 2, കേസ് ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിന് കൈമാറി. കേസിൽ ഹോട്ടൽ ഉടമയ്ക്കും മറ്റുള്ളവർക്കും എളുപ്പത്തിൽ ജാമ്യം ലഭിച്ചതും അന്വേഷണത്തിലെ പോരായ്മകളും സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് യൂണിറ്റിന് അന്വേഷണം കൈമാറിയത്.
സൈജു തങ്കച്ചൻ പറയും പോലെ അത്ര നിഷ്കളങ്കമായ ഒരു പിന്തുടരലായിരുന്നു അത്. ഹോട്ടലിലെത്തി മദ്യപിച്ചു പോകുന്ന എല്ലാവരുടെയും പിറകെ ഇവരിങ്ങനെ സുരക്ഷാ സഹോദരന്മാരെ അയക്കാറുണ്ടോ? റോയ് എന്ന ഹോട്ടൽ ഉടമ പറയുന്ന DVR കഥ സത്യമാണോ? ചോദ്യങ്ങൾ അങ്ങനെ നിരവധിയാണ്. ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായത് ആ രാത്രി ആ ഹോട്ടലിൽ നടന്ന എന്തൊക്കെയോ മറയ്ക്കാനാണ്. സൈജുവിനെ വീണ്ടും കിട്ടണം, പോലീസ് ഉറപ്പിച്ചു. ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ച സൈജു അപ്പോഴേക്കും ഒളിവിൽ പോവുകയും മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. 2021 നവംബർ 26 സൈജു തങ്കച്ചന്റെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കി. അന്വേഷണത്തിൽ സഹകരിക്കണം. അന്വേഷണ സംഘത്തിന്റെ നോട്ടീസ് പ്രകാരം അന്ന് രാവിലെ സൈജു കൊച്ചി കളമശ്ശേരി മെട്രോ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. അറസ്റ്റ് നവംബർ 26 രാവിലെ മുതൽ ഏകദേശം 6 മണിക്കൂറോളം നീണ്ട വിശദമായ ചോദ്യം ചെയ്യൽ. വൈകുന്നേരത്തോടെ സൈജു തങ്കച്ചന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ചില വെളിപ്പെടുത്തലുകൾ. ആ 6 മണിക്കൂർ അത് ചോദ്യമോ അതോ ഭേദ്യമോ? എന്തായാലും സൈജു തങ്കച്ചൻ മുൻപ് പറയാത്ത ചില വെളിപ്പെടുത്തലുകൾ ആ മണിക്കൂറുകളിൽ നടത്തി. ആൻസിയോടും അഞ്ജനയോടും പാർട്ടി കഴിഞ്ഞും ഹോട്ടലിൽ തുടരാൻ താൻ ആവശ്യപ്പെട്ടതായി ഷൈജു സമ്മതിച്ചു. ആഫ്റ്റർ പാർട്ടി ഇവന്റ്, അങ്ങനെ ഒരു ഓമന പേരുണ്ടതിന്. അത് നിരസിച്ചു പോയവരെ അയാൾ പിന്തുടർന്നു. കുണ്ടന്നൂരിൽ വെച്ച് മോഡലുകളോട് സംസാരിച്ചതും അതുതന്നെ. പോകരുതെന്നും താമസ സൗകര്യം ഒരുക്കാമെന്നുമാണ് ഓഫർ. എന്നാൽ അതിനും കൂട്ടാക്കാതെ ഫിഗോ മുന്നോട്ടെടുത്തു. അതേ സ്പീഡിൽ ഓടിയും മുന്നോട്ടു പോയി. ശേഷം ദാരുണ ദുരന്തം. കേസിൽ ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. മോഡലുകളുടേത് അപകടമരണം മാത്രമാണ്. നമ്പർ 18 ഹോട്ടൽ അന്വേഷണത്തിന്റെ പ്രധാന ഫോക്കസ് ആയതോടെ മോഡലുകളുടെ മരണത്തിലെ അന്വേഷണം വഴിമുട്ടിയോ? കേസിൽ പ്രധാനമായും അറസ്റ്റ് ചെയ്തത് 2 പേരെയാണ്. 1 റോയ് വയലാറ്റ്, 2 സൈജു തങ്കച്ചൻ. കേസിൽ ആകെ 8 പ്രതികൾ. 1-ാം പ്രതി അബ്ദുൾ റഹ്മാൻ മദ്യപിച്ചു വാഹനമോടിച്ചു, അശ്രദ്ധമായും വേഗതയിലും വാഹനമോടിച്ചു, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നീ കുറ്റങ്ങൾ ചുമത്തി. 2-ാം പ്രതി സൈജു തങ്കച്ചൻ, മോഡലുകളെ പിന്തുടർന്ന സൈജു തങ്കച്ചൻ, അശ്രദ്ധമായും വേഗതയിലും വാഹനമോടിക്കാൻ പ്രേരിപ്പിച്ചു, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത്. 3-ാം പ്രതി റോയ് ജോസഫ് വയലാറ്റ്, തെളിവ് നശിപ്പിക്കൽ, മോഡലുകളെ പിന്തുടരാൻ പ്രേരിപ്പിച്ചു എന്നീ കുറ്റങ്ങൾ. മറ്റു പ്രതികൾ ഹോട്ടൽ ജീവനക്കാരാണ്. വിഷ്ണുകുമാർ, മെൽവിൻ, MB ലിൻസൺ, റെനോൾഡ്, ഷിജുലാൽ, അനിൽ AK എന്നിവരാണ് 4 മുതൽ 8 വരെയുള്ള പ്രതികൾ. ഹോട്ടലിലെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ നശിപ്പിക്കാൻ ഹോട്ടൽ ഉടമയെ സഹായിച്ചു എന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2021 നവംബർ 1 ആറ്റിങ്ങൽ, തിരുവനന്തപുരം. അന്ന് രാവിലെ തന്നെ വാർത്ത നാട്ടുകാർ അറിഞ്ഞു. തങ്ങളുടെ അയൽപ്പക്കത്തെ കുട്ടി അപകടത്തിൽ മരിച്ചിരിക്കുന്നു. അൻസി കബീർ. അൻസിയുടെ വീട്ടിലെത്തി വിവരം തിരക്കണം. ആളുകളെത്തി. ഏറെ നേരം മുട്ടിയിട്ടും ആ വാതിൽ തുറക്കുന്നില്ല. ബലമായി വാതിൽ പൊളിച്ചു. അൻസിയുടെ ഉമ്മ വെറും തറയിൽ ബോധമറ്റ് കിടക്കുകയാണ്. വാർത്തയറിഞ്ഞ ഉടനെ തന്നെ ജീവനൊടുക്കാൻ അവർ വിഷം കഴിച്ചിരിക്കുന്നു. ആശുപത്രിയിലേക്ക് മാറ്റിയ ആ ഉമ്മ പിന്നീട് ജീവിതത്തിലേക്ക് മടങ്ങി. അൻസി കബീർ മിസ് കേരളയായ വേദി. ആ ഉമ്മയെക്കുറിച്ചായിരുന്നു അൻസി കബീർ ആ വേദിയിൽ ഒരു പ്രസംഗം നടത്തിയത്. There was this one person who supported me, who stood by my side throughout. Well, all my dear co-contestants are here with their family members. Probably she might be the only person sitting in that audience seat praying for me honestly. And that's my mother.
ഒരു പരമ്പരാഗത മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്നയാളാണ് ഞാൻ. എല്ലാ നേട്ടങ്ങളുടെയും സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ ഉമ്മ മാത്രമാണ്. മകളില്ലാതായപ്പോൾ ആ ഉമ്മ കരുതിയതും അതുതന്നെ. ഇനി എന്തിനു ജീവിക്കണം? മൂന്ന് ജീവനുകളാണ് പകരം വെച്ചത്. 3 കുടുംബങ്ങളുണ്ട് കണ്ണീരുണങ്ങാതെ. അവർക്കുള്ള നീതിയാണ് ഇനി വേണ്ടത്. ആ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നത് എന്തായാലും സത്യം പുറത്തു വരണം. മുഖംമൂടികൾ കീറണം. മറ്റൊരു കേസുമായി നാളെ വീണ്ടും കാണാം. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.